ഓപ്പറേഷൻ ഡി ഹണ്ട് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ പോലീസ് ആരംഭിച്ചതോടുകൂടി തെരച്ചിൽ വ്യാപകമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇത് വിൽപ്പന നടത്തുന്ന ആളുകൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. അത്തരത്തിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മറ്റ് വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കുക, ഒപ്പം പലയിടങ്ങളിൽ ഇത് വിൽപ്പന നടത്തുക അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നതെന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി നമ്മളോട് പ്രതികരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെന്നാണ് തുറന്നു പറയാൻ പോകുന്നത്. പഠിക്കുകയാണല്ലേ? എങ്ങനെയാണ് ആദ്യമായിട്ട്, അതായത് ഈ ഒരു ലഹരി ഉപയോഗം, കഞ്ചാവ് ഉപയോഗത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എങ്ങനെയാണ് ലഹരി മാഫിയ കുട്ടികളെ വലയിലാക്കുന്നത്? ഒരു വിദ്യാർത്ഥി നമ്മളോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എത്ര നാളായി ലഹരി ഉപയോഗമുണ്ട്? ഒരു വർഷമായിട്ടുണ്ട് അല്ലെ? സ്കൂൾസ് തൊട്ട് ഇത് കിട്ടിയിട്ടുണ്ട്? 10th കഴിഞ്ഞിട്ടാണ്. എങ്ങനെയാ ഇവര് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? വഴി വെച്ചുകൊണ്ട് ആദ്യം സ്കോറായിട്ട് പിന്നെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അതായത് വഴിയിൽ വെച്ച് കണ്ടപ്പോ എങ്ങനെയാണ് അയാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്? കണ്ടു സംസാരിക്കും. വലിക്കാൻ വേണ്ടി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാൻ തുടങ്ങി. എന്താ വിളിക്കുമ്പോ എന്താ പറയുന്നത്? വേണമെന്ന് അപ്പൊ കൂട്ടുകാരെല്ലാം ഞാൻ വിളിച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് വേണ്ടി അതായത് കൂട്ടുകാർക്ക് ഇത് വേണോ എന്ന് ചോദിക്കാനായിട്ട് അയാൾ നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നോ? തന്നിരുന്നു. ആദ്യം താങ്കളെ കണ്ടു, താങ്കൾക്ക് ഇത് തന്നു, സൗഹൃദത്തിന്റെ പുറത്ത് തന്നു അല്ലെ? ഇവിടെ അടുത്ത് തന്നെയുള്ള ആളാണ് അല്ലെ? അതിനുശേഷം പിന്നീട് എന്താ പറയുന്നത്, കൂട്ടുകാരെ കൂടി കണക്ട് ചെയ്ത് തരാൻ പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാർത്ഥികളാണ്. പിന്നീട് എങ്ങനെയാണ് കൂട്ടുകാരിലേക്ക് ഇത് എത്തി തുടങ്ങിയത്? വേറെ കുറെ ആളുകളും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഇത് കൊടുത്താൽ, സുഹൃത്തുക്കൾക്ക് ഇത് വിറ്റാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് വിറ്റാല് എന്ത് നേട്ടമാണ് തനിക്കുണ്ടാകുന്ന? ഇത് നേട്ടമാണോ? പുള്ളിക്ക് അദ്ദേഹത്തിനാണ് പൈസ കൊടുക്കുന്നത്. പകരം ഇയാൾക്കുള്ള നേട്ടം എന്താണ്? ഉപയോഗിക്കാൻ തരിക എന്നുള്ളതാണ്. പൈസ, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഈ കൊടുത്ത് ശരണീകരിപ്പിക്കുകയാണ്. പകരം ലഹരി മാത്രമാണ് തരുന്നത്. ഇങ്ങനെ അഡിക്റ്റ് ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നോ? വിളിക്കും. എന്താ പറയുന്നത്? വേണമെന്ന് ചോദിക്കുന്ന ഉദ്ദേശിക്കുന്നത് വേറെ ക്ലയന്റിനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ആണ്. ആ സമയത്ത് ആണോ കുട്ടി ഇത് മറ്റു സുഹൃത്തുക്കൾക്ക് വേണമെന്ന് അന്വേഷണം നടത്തുന്നത്? ഈ പ്രദേശത്തുള്ള സ്കൂളുകളിലൊക്കെ ഉള്ള കുട്ടികളുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഒരു ലഹരി ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. എത്ര രൂപ വെച്ചാണ് ഇത് വിൽപ്പന നടത്തുന്നത്? പാക്കറ്റിന് വിൽപ്പന നടത്തുന്നു. ഏകദേശം ഇപ്പൊ പോലീസിന്റെ ഒരു കണക്ക് പ്രകാരം 100 കണക്കിന് വിദ്യാർത്ഥികൾ 100-ന് മേലുണ്ടെന്നാ പറയുന്നത്. ഉണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട്. എത്രാം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെയാണ്? 10th, +1, +2 ആണ് അല്ലെ? ചെറിയ കുട്ടികളില്ല. ഇവര് ഏതൊക്കെ ദിവസങ്ങളിൽ ഒന്നിടവിട്ട് വിളിക്കാറുണ്ടോ? എങ്ങനെയാ വിളിക്കുന്നത്? ശനി ഞായറും വിളിക്കാറുണ്ട്. രാത്രി കാലങ്ങളിലാണ്. ഇത് എങ്ങനെ കൊണ്ട് ഏൽപ്പിക്കുന്നത്? എങ്ങനെയാ? അപ്പം എന്നിട്ട് താൻ ഫോൺ വിളിച്ച് അവരെ വരുത്തുവാണോ? എല്ലാം ഈ കാറ്റഗറിയിലുള്ള കുട്ടികളാ? പകരം ഇദ്ദേഹത്തിന് ലഹരി തരും. അത് മാത്രമാണ്. നിങ്ങളെ പോലത്തെ ഇപ്പൊ ഈയിടെ ആയിട്ട് നിങ്ങളെ പോലത്തെ കുട്ടികളെ കൂടുതൽ ക്യാരിയേഴ്സ് ആക്കുന്നുണ്ട് ഇവര്? ഉണ്ട്. ഒരുപാട് കുട്ടികളുണ്ടോ? അറിയാവുന്നവരുണ്ട്. അതൊക്കെ വിദ്യാർത്ഥികളാണോ? വിദ്യാർത്ഥികളാണ്. വിൽപ്പന നടത്തുന്നവരും ഉണ്ട് അല്ലേ? ഉണ്ട്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോലീസിന്റെ ഒരു പിടിയിലാകുന്നവരെയും ഇത് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ആ ഒരു ആക്ടിവിറ്റിയിൽ ഇല്ല അല്ലേ? ഇല്ല. അപ്പം എത്ര കുട്ടികളെ അറിയാം ഇത്തരത്തില് ഈ ഡീലേഴ്സ് ആയിട്ടുള്ള? ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. അതായത് ഈ 100 കണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾ ഇതിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ആണ്. സ്കൂളുകളിലാണല്ലോ ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന. സ്കൂൾ ബാഗിലൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത്. എന്താ അവസ്ഥ? സംശയിക്കാതിരിക്കാൻ എന്തൊക്കെയാ ചെയ്യുന്നത്? സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് അറിയാൻ പാടില്ല. നല്ല വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഉപയോഗം അല്ലെ? നിങ്ങളിത് കണ്ടുപിടിക്കാതിരിക്കാൻ എങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ? പരിശോധന ഉണ്ടാവില്ലേ? ഇതുവരെ സംശയിക്കപ്പെട്ടിട്ടില്ല അല്ലേ? സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായില്ലേ? ഉണ്ടായി. ഒരു ഘട്ടത്തിൽ ഇത് പ്രശ്നമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായോ? ഉണ്ടായി. ഇപ്പോൾ തിരുത്തൽ വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോ പോലീസിനെ സംബന്ധിച്ച് വിശദാംശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇത്രയധികം വിദ്യാർത്ഥികൾ ഇതിനകത്തുണ്ടെന്നുള്ളത്. ഈ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവർക്ക് ഒരാൾക്ക് ഒരു ദിവസം എത്ര പാക്കറ്റ്സ് തരുന്നുണ്ട്? ശരി. അപ്പം ഒരാൾ അപ്രോച്ച് ചെയ്യുന്നു നിങ്ങളെ, അപ്പൊ അയാൾക്ക് വേണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം കൊണ്ട് തരുവാണ്. ഇദ്ദേഹം മാത്രമേ ഉള്ളൂ അതിനകത്ത്? ഇപ്പൊ പോലീസ് ലഹരിവേട്ട വലിയ തോതിൽ നടത്തി തുടങ്ങിയല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ വിൽപ്പന ഇവരെ ഡയറക്റ്റ് മാറ്റി നിങ്ങൾ കുട്ടികളെയാണോ കൂടുതലായി ഉപയോഗിക്കുന്നത്? അവരും വരാറുണ്ട്. എന്നാലും ഇത് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടാണോ പോകുന്നത്? പഠിക്കാത്ത ഒരാൾ കൂട്ടത്തിലുണ്ട്. പഠിക്കാത്ത ഒരാളുണ്ടാവും. പിന്നെ അറിയാവില്ല എല്ലാവരെയും. അപ്പൊ ചോദിക്കാനായിട്ട് പറയും. അപ്പൊ നമ്പർ കൊടുക്കും. എത്ര സ്കൂളുകളിൽ, ഈ പരിസരത്തുള്ള എത്ര സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ വിട്ടറിയാം? കുറച്ച് സ്കൂൾ, 2-3 സ്കൂളുകൾ അറിയാം. അവിടെയൊക്കെ ഈ പറഞ്ഞ ഇത്രയും ഈ നമ്പേഴ്സിന് മുകളിൽ കുട്ടികളുണ്ട്. 100 കണക്കിന് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. ഉണ്ട്. തീർച്ചയായും. എല്ലാം ഇത് ഇതിപ്പോ എല്ലാവരുടെയും ഇടയിൽ ഒരു സാധാരണ കാര്യം പോലെ ആയോ നിങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ? സാധാരണ ആർക്കും മടുപ്പ് തോന്നാറില്ല. എവിടെ പോയിരുന്നു വലിക്കുന്നത്? നിങ്ങൾ രഹസ്യമായി കൂടുതൽ സ്ഥലങ്ങളുണ്ടോ? കൂട്ടുകെട്ടുണ്ടല്ലോ, സ്ഥലങ്ങളുണ്ടാവും, വീടുണ്ടാവും, പാടങ്ങളുണ്ടാവും, വീടും പാടശേഖരനും ട്രാക്കൊക്കെയാണ്. അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ടോ വലിച്ചിട്ട്? മദ്യപാനം പോലെ എന്തുമാത്രം ഉപയോഗിക്കാറുണ്ടായിരുന്നു? ഈ കുട്ടികളൊക്കെ എത്ര പാക്കറ്റ്സ് ഒക്കെ വാങ്ങുന്നുണ്ട്? 3-4 മേടിച്ചോണ്ട് പോകും. അപ്പൊ ഈ ഇത്രയും പൈസ എവിടെ നിന്നാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്? ഈ 500 രൂപ ഒരു പാക്കറ്റിന് വെച്ച് കൊടുക്കാൻ ഇവിടെ നിന്ന് പൈസ, വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പൈസ നമുക്കറിയാലോ, കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി 500 രൂപ എന്ന് ചെലവാക്കുന്ന പറഞ്ഞാൽ എല്ലാ സാറ്റർഡേയും ഇവർ വിളിക്കുന്നില്ലേ? ശനിയാഴ്ചകൾ തോറും വിളിക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളാണ് ഉപയോഗം അല്ലേ? അപ്പോ ഇത് ശരിക്കും ഈ ഇത്രയും പാക്കറ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പൈസ എവിടെ നിന്ന് എവിടെയെങ്കിലും ഡിസ്കഷൻ വന്നിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. കറക്റ്റായിട്ട് പൈസ നിങ്ങളുടെ തന്നിട്ടുണ്ടോ? തരാറുണ്ട്. എല്ലാവരും റെഗുലർ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടല്ലേ? ഞെട്ടിക്കുന്ന വാർത്ത. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ വെളിപ്പെടുത്തലാണ്. ഇതാദ്യം ആ കുട്ടി ഉപയോഗിക്കുന്നു, പിന്നീട് ക്യാരിയറായി മാറുന്നു, കൂട്ടുകാരെ കണക്ട് ചെയ്യുന്നു. 10ാം ക്ലാസ്, +2 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇതിൻ്റെ ഇരകളായി മാറുന്നത്. 500 രൂപ ഒരു പാക്കറ്റിന്. ആലപ്പുഴയിലുള്ള ഒന്നിലധികം സ്കൂളുകളിലെ കുട്ടികൾ ശനിയാഴ്ചകളിൽ കോണ്ടാക്ട് ചെയ്ത് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള വിവരങ്ങൾ. ശരണ്യയിലേക്ക്. ശരണ്യ,